നമ്മളെല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ വീട് എപ്പോഴും നല്ല അടുക്കും ചിട്ടയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഈ 2024 നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 2025 മുതൽ നമ്മുടെ വീട് എപ്പോഴും നല്ല അടുക്കും ചിട്ടയായിട്ടിരിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മാത്രം കിച്ചൻ്റെ സ്റ്റാൻഡിൽ വയ്ക്കുക. അല്ലാത്തവർ നമ്മളിപ്പോൾ ഉപയോഗിക്കാത്തവയുണ്ടല്ലോ, ഒരിക്കലും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പാത്രങ്ങൾ ചില വീടുകളിൽ നമ്മളിങ്ങനെ കുന്നുകൂട്ടി ഇട്ടിരിക്കുന്നത് കാണാം. അത് നമ്മളിപ്പോൾ 2024 ആകുമ്പോൾ തന്നെ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം പാത്രങ്ങളെല്ലാം കടയിൽ കൊടുത്തിട്ട് പൈസ വാങ്ങിക്കുക, അല്ലെങ്കിൽ നമുക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പാത്രങ്ങൾ വാങ്ങിച്ച് വയ്ക്കുക. അങ്ങനെ ഒരു പരിധി വരെ നമ്മൾ അടുക്കളയിൽ സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫംഗ്ഷനും ഒത്തിരി ആൾക്കാരൊക്കെ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ, അതെല്ലാം മാറ്റി കബോർഡിലോ എവിടെയെങ്കിലും ഒതുക്കി പറക്കി വയ്ക്കാം. നമ്മുടെ കിച്ചണിൽ പാത്ര സ്റ്റാൻഡിൽ നിന്ന് മാറ്റി നമ്മളെന്നും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മാത്രം അവിടെ വയ്ക്കുക. അപ്പോൾ അത്രയും നമുക്ക് നല്ല നീറ്റായിട്ടും അടുക്കും ചിട്ടയായിട്ടും നമ്മൾ അടുക്കള ഇരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ഡ്രസ്സുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ മാത്രം നമ്മൾ അലമാരയിലും കബോർഡിനകത്തും അടുക്കി വെക്കുക. ഇപ്പോൾ ചില വീടുകളിലുണ്ട് നമ്മൾ ഉപയോഗിക്കാത്ത വർഷങ്ങളായ ഡ്രസ്സുകളൊക്കെ വെറുതെ അടുക്കി പറക്കി വെക്കും. നമ്മൾ വീണ്ടും വീണ്ടും പുതിയ ഡ്രസ്സുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവസാനം അത് ഇടാൻ പറ്റാതെ നമ്മൾ ഓരോ റൂമിലും ഇങ്ങനെ നമ്മൾ ചരടൊക്കെ കെട്ടി അഴയൊക്കെ കെട്ടി വളരെ ബുദ്ധിമുട്ടായിട്ട് ഒരു അടുക്കും ചിട്ടയില്ലാതെ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള ഡ്രസ്സുകൾ മാത്രം അടുക്കി പറക്കി ഒതുക്കി വയ്ക്കുക. ആവശ്യമില്ലാത്തത് നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ തീരെ മോശപ്പെട്ട ഡ്രസ്സുകളാണെങ്കിൽ നമുക്ക് പില്ലോ ഉണ്ടാക്കാം. പഴയ പില്ലോയൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട് പുതിയ പില്ലയൊക്കെ ഉണ്ടാക്കി അത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഡ്രസ്സുകൾ ഒതുക്കി വയ്ക്കാൻ പറ്റും. ഒത്തിരി ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ വലിച്ചു വാരി ഇടുമ്പോഴാണ് നമുക്കത് ഒരു അടുക്കും ചിട്ടയില്ലാത്തതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ മാത്രം നമ്മളെ കബോർഡിലും അലമാരിയിലൊക്കെ വച്ചിട്ട് ആവശ്യമില്ലാത്തത് നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പില്ലോയൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മളെ വീടിന് നല്ല അടുക്കും ചിട്ടയുള്ളതായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.